ഇപ്പോൾ ഇന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതേ ഉള്ളൂ. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. വേറൊന്നുമല്ല, നമ്മളിന്നൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇന്ന് മുതൽ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന് തീരുമാനിക്കും. വീഡിയോയുടെ ഗുഡ് ന്യൂസ് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കത്തൊന്നുമില്ല. അതിൽ നേരത്തെ എഴുതി വെച്ച് തയ്യാറാക്കിയ കാര്യങ്ങളൊന്നും പറ്റില്ല. പക്ഷെ ഇടയ്ക്ക് ചാനൽ തുടങ്ങിയായിരുന്നു, വീഡിയോ ഇടാൻ പറ്റിയില്ല. 2-3 വീഡിയോസൊക്കെ ഇട്ട് നിർത്തിയത്. പക്ഷെ ഇനി മുതൽ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസ്. ഇപ്പം ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പുതുവർഷം ആരംഭിക്കുകയാണ്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു തുടക്കം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് ഇന്ന് നടന്നു നീങ്ങുകയാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകൾക്കും ശേഷമാണ് ഞാൻ എൻ്റെ ഈ ഒരു ലൈഫിലേക്ക് പോകുന്നത്. അത് സക്സസ് ആവുമോ ഇല്ലയോ എന്നറിയില്ല. 100% സക്സസ് ആവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ എൻ്റെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം പ്രകൃതിയും എന്നോടൊപ്പം നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നലാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എഴുതി വെച്ച് തയ്യാറാക്കിയ സ്ക്രിപ്റ്റും പ്രകാരം സംസാരിക്കില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാനതുപോലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പം ഒരുപാട് വീഴ്ചകളിൽ നിന്നും കരകയറി വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഞാൻ ആ വീഴ്ചയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും ഒരു കച്ചിത്തുരുമ്പ് പോലെ പറയില്ലേ, നമുക്ക് ചില സമയത്തൊരു കയറ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പോലെ ഒരു സൗഭാഗ്യം നമ്മൾ പറയാറായിട്ടില്ല. തുടക്കമാണ്, എല്ലാവർക്കും അറിയാം. ഒരു തുടക്കം അതെങ്ങനെ ഒടുക്കമാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു തുടക്കവും അതുപോലെ മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇന്ന് നല്ലൊരു ദിവസമാണ്. സംഭവം രാവിലെ എഴുന്നേറ്റ് മഴയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു വല്ലാത്ത മൂഡ്, മനസ്സിലൊരു സന്തോഷം. എന്നാൽ വലിയ മഴയല്ല, ചെറിയൊരു ചാറ്റമഴയാണ്. അപ്പം നോക്കട്ടെ. അപ്പം എന്താണ് ട്വിസ്റ്റ് എന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ആരും വീഡിയോ കാണാതെ പോകരുത്. കാരണം നിങ്ങളിൽപ്പെട്ട ഒരു സാധാരണക്കാരനാണ് ഞാൻ. കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി. വീണ്ടും ഒന്നേന്നും പറഞ്ഞ് ജീവിതം തുടങ്ങുകയാണ്. അപ്പം എന്താണ് നഷ്ടപ്പെട്ടു പോയത് എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം, അല്ലേ ഇനി വരുന്ന വീഡിയോസിൽ പറയാം. നമ്മൾ ഇനി അങ്ങോട്ടും കാണേണ്ട ആൾക്കാരാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ജീവിത കഥ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. Say